ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു നിരന്തരം ഖുർആനിനെ സ്നേഹിക്കുന്ന മഹാനായിരുന്നു. കുട്ടികളുടെ സ്വഭാവം നന്നാകാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, കുട്ടികൾക്ക് ഏറ്റവും നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആനാണ്. അത് ബാപ്പക്ക് ഉമ്മക്ക് നിർബന്ധമാണ്. അതിന് കുട്ടികൾക്ക് വഴങ്ങി കിട്ടുന്നില്ലെങ്കിൽ ട്യൂഷൻ വെച്ച് കൊടുക്കണം. ദുനിയാവിന്റെ ചില്ലിക്കാശിന്റെ ലാഭം കണ്ടിട്ട് അവിടെ പൂഴ്ത്തി വെക്കരുത്. ഒരു കുട്ടി ഖുർആൻ പഠിച്ചു നന്നായാൽ ബാപ്പയും ഉമ്മയും ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹീതരാണ്. ആ കുട്ടിയുടെ ഖുർആൻ ഒത്തു സുന്ദരമായി കേൾക്കുമ്പോൾ മനസ്സിന് വരുന്നൊരു സന്തോഷമുണ്ട്. അതിന്റെ പേരാണ് ഖുർറത്തു ഐൻ, കൺകുളിർമ എന്ന്. അത് കണ്ണിന് മാത്രല്ല ഖൽബിനും ലഭിക്കണം. ആരാ ഇമാമത്ത് നിൽക്കുന്ന കുട്ടി? ആരാണ് ബാപ്പയുടെ അടുത്ത് ഖുർആൻ കൊണ്ട് ഓതുന്ന കുട്ടി? ആ കുട്ടി വലിയ ബിസിനസ് മാനാണ്. പക്ഷേ കുട്ടിക്കാലത്ത് ബാപ്പയും ഉമ്മയും തറുവാക്കിയ ഖുർആനില്ലേ സുന്ദരമായ രൂപത്തിൽ ഓതുന്നു. മുമ്പൊരിക്കൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ ഒരു കച്ചവടക്കാരൻ നിസ്കരിക്കുന്നുണ്ട്. അയാളെ പിന്നിൽ 4-5 സൊഫാളുകൾ ബാക്കിലുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷകരമായി ബാപ്പ ഇരുത്തി പഠിപ്പിച്ച ഖുർആനോത്താണ്. തജ്വീദിനൊരു തെറ്റൂല. ഞാൻ ആദ്യം വിചാരിച്ചതോ പള്ളിയിലെ ഇമാമാണ്. പലരും തുടരാൻ വേണ്ടി മടിച്ചു നിൽക്കുമ്പോ ഞാൻ ഉടനെ തുടർന്നു. കാരണം ഫാത്തിഹ കേട്ടപ്പോൾ മനസ്സിലായി ഓത്തറിയുന്ന ആളാണ്. ഓത്തറിയുമെങ്കിൽ ബാക്കി എല്ലാം അറിവുണ്ടാകും. ഫാത്തിഹ സൂറത്ത് വളരെ വൃത്തിയായി ഓതുന്നു. അന്വേഷിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു കച്ചവടക്കാരനാണ്. വലിയ സന്തോഷം തോന്നി. ഈ ഓത്തെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ബാപ്പ പഠിപ്പിച്ചതാണ്. ബാപ്പ കുട്ടിക്കാലത്ത് ഓത്ത് പഠിപ്പിച്ചു, ഇരുത്തി പഠിപ്പിച്ചു ഖുർആൻ. അദ്ദേഹവും ഒരുപാട് ബിരുദങ്ങളുള്ള ആളാണ്. പക്ഷേ ഖുർആൻ കുട്ടികൾക്ക് നന്നായി പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സും സ്വഭാവവും സംസ്കരിക്കപ്പെടും. ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ ബാപ്പയും ഉമ്മയും ഖുർആൻ ഓതി പഠിപ്പിച്ചപ്പോ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ടാകും. അങ്ങോട്ട് കൂട്ടുകാർ കൂട്ടിക്കൊണ്ടുപോകും. മഹാനവറുകൾ ഇതുവരെ ഒരു കളിയിലും ഏർപ്പെട്ടിട്ടില്ല. 7 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സിൽ കളിക്കാൻ വേണ്ടി കുട്ടികൾ നിർബന്ധിപ്പിക്കുമ്പോ, കളിയുടെ പ്രായമാണത്. കുട്ടികൾക്ക് കളി ആ സമയത്ത് നല്ലതാണ്. മഹാനവറുകൾ ഒരു ഭാഗത്തിൽ നിന്ന് ഖുർആൻ ഓതും. അങ്ങനെ ഈ ശൈലി കണ്ടതിലൂടെ നടന്നു പോകുന്നു. ഷെയ്ഖ് യാസീൻ യൂസുഫുൽ മറാക്കിശി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മറാക്കിശി അന്നത്തെ വലിയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഈ കുട്ടിയെ വീക്ഷിക്കുകയാണ്. എല്ലാവരും കളിക്കുന്ന നേരത്തെ ഈ കുട്ടി കളിയിൽ ഏർപ്പെടുന്നില്ല. കളിക്കാൻ വിളിച്ചിട്ട് അവരെ കൂടെ പോകുന്നുമില്ല, നിർബന്ധിപ്പിച്ചിട്ടും പോകുന്നില്ല. പകരം നിന്ന് ഖുർആൻ ഓതുമ്പോ ആ പണ്ഡിതൻ വിലയിരുത്തുന്നത് ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ ബാപ്പയെയും ഉമ്മയെയും കൂടിയാണ്. ഈ ഒരു നല്ല സ്വഭാവത്തിലേക്ക് ആ കുട്ടിയെ പരിവർത്തിപ്പിച്ചത് ആരാണ്? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഉടനെ വരേണ്ട ഉത്തരം ബാപ്പയും ഉമ്മയുമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ ഈ പണ്ഡിതൻ കാണുന്നു. ബാപ്പയുടെ കച്ചവട സ്ഥാപനത്തിൽ പീടികയിൽ ബാപ്പ പകരത്തിന് നിർത്തിപ്പോയതാണ്. പക്ഷേ ഈ കുട്ടി ഒന്നും വാങ്ങുകയില്ല, വിൽക്കുകയില്ല. ആര് വന്നാലും പറയും എന്തെങ്കിലും വേണോ? ബാപ്പ പിന്നെ എന്താ പണി? ആ കച്ചവട സ്ഥാപനത്തിന്റെ ഒരു മൂലയിൽ ഇരുന്ന് ഖുർആൻ ഓതും. അതന്നെ പണി. ബാപ്പ വരുന്നവർ കാവലായിട്ട് അവിടെ ഉണ്ടാകും. പകരം ഖുർആൻ ഓതും. ഖുർആനാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. ആ ഖുർആൻ അങ്ങ് ഏറ്റവും വലിയ അനുഗ്രഹതാണ്. നിങ്ങൾ പലരും പറയും നിങ്ങളുടെ മക്കളുടെ ക്വാളിഫൈഡ്. പക്ഷെ അതല്ല പറയാനുണ്ടാകേണ്ടത്, സന്തോഷമായിട്ടുണ്ടാകേണ്ടത്. കിടക്കാൻ പോകുന്ന ഖബറിൽ ഒരു നിലക്കും ചോരാത്ത രീതിയിൽ ബാപ്പമാരെ ഉമ്മമാരെ നിത്യവസന്തമായി ഹദിയൊന്നും ചെയ്യണ്ട. ഖുർആൻ നേരാവണ്ണം ഓതാൻ അറിയുന്ന ആണ് പെണ്ണുണ്ടോ നിങ്ങളെ മക്കളിൽ? പേരമക്കളിലുണ്ടോ? സന്തോഷമാണ്. യാതൊരു തടസ്സവുമില്ലാതെ മണ്ണറ മണിയറയാക്കി കിടക്കാം. നല്ല റാഹത്തോടെ അന്തിയുറങ്ങാം. ആരും ശല്യത്തിന് വരില്ല. ആരും നിങ്ങളെ ഫിത്നയാക്കാൻ വരില്ല, പരീക്ഷിക്കാൻ വരില്ല. പക്ഷേ ആ ഒരു കഴിവില്ലാതെ ദുനിയാവിൽ ഏത് കഴിവുണ്ടായാലും ചെറുതാണ്.
ദുനിയാവിൽ ബാക്കി എല്ലാ കഴിവുണ്ട്. പലരും പറയും അഭ്യസ്ത വിദ്യനാണ്. ആദ്യത്തെ അഭ്യാസം എന്താണെന്നറിയോ? ഗുസ്തിയല്ല, ഖുർആനോത്ത് തറുവാകലാണ്. നിങ്ങൾ ഈ സുന്ദരമായ മദ്രസ ഉണ്ടാക്കിയില്ലേ? രക്ഷിതാക്കളെല്ലാവരും കൂടി ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തി ഖുർആന് പഠിക്കണം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഖുർആന് പഠിക്കണം. 60 കൊല്ലം നമ്മൾ നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരവും അല്ലാഹു ഖുർആനോത്ത് ശരിയാകാത്തതിന്റെ പേരിൽ കബൂലാക്കാതിരുന്നാൽ നഷ്ടന്മാർക്കാണ്. ഉമ്മമാര് ഓത്ത് പഠിക്കണം. ഫർള് ഐനാണ്, ഫർള് കിഫയല്ല. ചിലർ ചോദിക്കും, ഉസ്താദേ കല്യാണം കഴിച്ച മക്കളായ ഉമ്മമാരിനി പഠിപ്പിക്കാനാണോ വിളിക്കുന്നത്? പഠനത്തിന് പ്രായമല്ല. ഇൽമു നിങ്ങൾ പഠിക്കണം. മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ കുടിമാടം വരെ ഇൽമു പഠിക്കണമെന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. അതിന് പ്രായമില്ല. അറിയാത്തവർ ഇനിയും പഠിക്കണം. അങ്ങനെയൊക്കെ മദീനുള്ള ചിന്തയില്ലേ? അതാണ് ഏറ്റവും മോശപ്പെട്ട ചിന്ത. കുറെ ആളുകൾക്ക് അങ്ങനെയാ ചിന്ത, അങ്ങനൊക്കെ മതി, അങ്ങനെ അങ്ങ് പോട്ടെ. പോരാ, അത് നമ്മുടെ മറ്റു കാര്യങ്ങളിലൊന്നും ആ ചിന്തയില്ലല്ലോ. ഏതെങ്കിലും പുരോഗമന പ്രവർത്തനങ്ങളിൽ നമുക്ക് ആ ചിന്തയുണ്ടോ? വികസന പ്രവർത്തനങ്ങളിൽ ആ ചിന്തയുണ്ടോ? ഇല്ലല്ലോ. നിത്യേന ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും സ്വഹീഹാകേണ്ട ഓത്ത്, നിർബന്ധമായി പഠിക്കേണ്ട ഖുർആനോത്ത്. ആ ഖുർആനോത്തിൽ വിഘ്നം വരുന്നത് തിരുത്തണം. നല്ല ചെറുപ്പക്കാരുള്ള നാടാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു ഹിസ്ബിന്റെ ക്ലാസ്. ഇനി പുതിയതായിട്ട് സ്ഥാനം കൊണ്ടുവരണം, ബടൽ സ്ഥാനം ഉപയോഗപ്പെടുത്തിയാൽ മതി. ഞാൻ ജോലി എടുക്കുന്നിടത്ത് അങ്ങനെ എല്ലാ നാട്ടിലുള്ള കാരണന്മാർക്കും കൂടി ഹിസ്ബിന്റെ ക്ലാസ് ആണ്. പക്ഷെ എനിക്കിങ്ങനെ വാതിന് പോകാനുള്ളത് കൊണ്ട് പകരം ഒരാളെ വെച്ചു കൊടുത്താൽ ഒരു ആസിബിൻ പഠിക്കണം. അല്ലെങ്കിൽ എങ്ങനെ ജുമാ ശരിയാകാം? 40 ആളെ ജുമാ കുത്തുബ കേൾപ്പിക്കണം. ഒരു 40 ആളെന്ന ആരാ? എണ്ണത്തിനും മണ്ണത്തിലാ പോരെ. കാമില് വിധം കിട്ടിയിരുന്നല്ല. ഓത്തുന്തൊക്കെ ശരിയായ ആൾക്കാർ 40 ആളാകണം. 40 ആൾ ഇങ്ങനെ ഒന്നും കാര്യമില്ല. 40 ആള് നേർക്ക് നേരെ ഖുർആൻ ഓതാൻ അറിയുന്നവരല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാകും നിസ്കാരം? ബാപ്പ മരിച്ചിട്ട് നിസ്കരിക്കുന്നു മകനാണല്ലോ കൂടുതൽ ബന്ധപ്പെട്ട ആള്, മറുഭാഗം നിസ്കരിക്കും. മകന്റെ ഫാത്തിഹ ശരിയായില്ലെങ്കിൽ ആ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ആലോചിക്കണം, ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഞാൻ തെറ്റിദ്ധരിക്കല്ല, ചെറുപ്പക്കാർ നല്ലോണം ചിന്തിക്കണം. ആഴ്ചയിൽ 1 മണിക്കൂർ ഉപയോഗപ്പെടുത്തി ഖുർആന്റെ തജ്വീദ് പഠിക്കാൻ എളുപ്പമാണ്. കുറഞ്ഞ നമ്മളൊന്ന് ശീലാക്കിയാൽ മതി. പിന്നെ നാവ് അങ്ങോട്ട് അതിലേക്ക് വഴങ്ങും. അങ്ങനെ അങ്ങോട്ട് ഓത്തൊരു ഫാത്തിഹ സൂറത്ത് ആണല്ലോ നിർബന്ധമായിട്ട് ഖുർആനിൽ പഠിക്കേണ്ട ഒരു സൂറത്ത്. ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ്. ആ ഫാത്തിഹ സൂറത്ത് തെറ്റില്ലാതെ ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്തൊരു ഭാഗ്യമാണ്. ഫാത്തിഹ അല്ലാത്ത സൂറത്തൊക്കെ തെറ്റിയിട്ടാണ് ഒരാൾ ഓതുന്നതെങ്കിൽ ഉസ്താദ്മാരോട് ചോദിക്കൂ മസ്അല. അയാൾ ഫാത്തിഹ അല്ലാത്തത് ഓതരുത് എന്നാണ് അല്ലേ? നിസ്കാരത്തിൽ ഫാത്തിഹ അയാൾക്ക് ശരിക്കും ഓതാൻ കിട്ടും. അലന്തറ ഓതിയാൽ തെറ്റും, ലീലാഫി ഓതിയാലും തെറ്റും, അറായിത്ത് ഓതിയാലും തെറ്റും. എന്താ മസ്അല? അയാൾ ഏതേ ഓതാവൂ? ഫാത്തിഹ മാത്രമേ ഓതാവൂ, വേറെ സൂറത്തൊന്നും ഓതാൻ പാടില്ല. യാസീൻ ഓതിയാ തെറ്റും. അൽഫാത്തിഹ വിളിച്ച് യാസീൻ ഓതാണ്. യാസീൻ ഓതിയാ തെറ്റന്നെ തെറ്റ്. അയാൾ ആ യാസീൻ അങ്ങനെ ഓതുമ്പോ എന്ത് ഓതിയാ മതി? ആവർത്തിച്ച് ഫാത്തിഹ ഓതിയാ മതി, അതേ കിട്ടുള്ളൂ. മറ്റേത് ഖുർആൻ ശപിക്കും. എത്ര ഓത്തുകാരുണ്ട് ഖുർആൻ അവരെ ശപിക്കുന്നു. എത്ര ഓത്തുകാരുണ്ട്. ഖുർആൻ പറയുന്നു നിർത്തടാ ഓത്ത്, നിന്നെ കൊണ്ട് എടങ്ങേറായി, നീ ഒന്നും നിർത്തുന്നില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം, എല്ലാവരും കൂടി ശ്രദ്ധിക്കും. ഉദാഹരണം പറഞ്ഞു. യാസീൻ ഓത്ത് എല്ലായിടത്തും കാണാം വ്യാപകമായിട്ട്. ഞാനിങ്ങനെ ഓതും പോലെയാണോ അല്ലേ എന്നുള്ള നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഓത്ത് കേട്ടു. സാധാരണ ഇങ്ങനെയാണോ എല്ലാവരും ഓതല്? ഒരായത്ത്, കുറെ ആയത്തിന്റെ ഒരായത്ത് ഉദാഹരണം. وَلَقَدْ أَضَلَّ مِنكُمْ جِبِلًّا كَثِيرًا فَلَمْ تَكُونُوا تَعْقِلُونَ. ഇങ്ങനെയല്ലേ ആൾക്കാർ ഓതല് അല്ലേ? നിങ്ങൾ ആരും യാസീൻ ഓതിയിട്ടില്ല. ഇങ്ങനല്ലേ ആളുകൾ ഓതല് പൊതുവെ? അങ്ങനെ ഓതല്. ഈ ഓത്ത് തെറ്റാ. ഇങ്ങനെ ഓതിയ ഓത്തും തെറ്റാ. ഞാൻ ഒന്നുകൂടി ഓതിത്തരാം. ഈ തെറ്റാവർത്തിക്കാനല്ല, ഇങ്ങനെയാണ് ഓതുന്നത് തിരിയാൻ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ ഫലം തകൂനൂ തഅഖിലൂൻ. ഇങ്ങനെ ഓതും. ഇത് തെറ്റാണ്. ഇത് ഒന്നുകിൽ ഓത്ത് നിർത്തിയിട്ടുള്ള ഓത്ത് അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ള ഓത്ത്, രണ്ടോത്താണ്.
തെറ്റായ ഓത്തിന് പേരാണ് കൂട്ടിക്കൊഴമ്പിച്ചത് എന്നതിന്റെ പേര്. അതാണ് ഇപ്പൊ ഓതി. നിർത്തി എങ്ങനെ ഓതുക? നിർത്തുമ്പോ ശ്വാസം വിടണല്ലോ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഖിലൂൻ. ഇനിങ്ങനെ കൂട്ടി ഓതുക. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഖിലൂൻ. കസീറൻ അഫലം തകൂനു എന്നാണ്. കസീറ അഫലം തകൂന ഓത്തില്ല. തൻവീനല്ലേ അവിടെ? തൻവീന് വെളിവാക്കണ്ടേ അപ്പുറത്ത്? കസീറൻ അഫലം തകൂനു. എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ട് എവിടെ യാസീൻ ഓതുമ്പോഴും ഞാൻ നേരത്തെ ഓത്ത. അങ്ങനെ 10,000 യാസീന് വാപ്പാന്റെ പേരിൽ ഓതിയും സമാധാനം ചെയ്തിട്ട് എന്താ കാര്യം? എന്തുകൊണ്ട്? അതുകൊണ്ട് കാര്യം കബറിലേക്ക് എത്തണമെങ്കിൽ തെറ്റില്ലാതെ ഓതണ്ടേ? അല്ല നമ്മൾ മൊയ്യണൊക്കെ കബറിലേക്ക് എത്തുന്നിരിക്കുക ഇല്ല. ഇൽമാണ് വേണ്ട കാര്യമായിട്ട്. അത് ഓതാൻ നന്നായി പഠിക്കും. തെറ്റില്ലാതെ ഓരോ ദിവസവും യാസീന് രാവിലെ ഓതുന്ന ആളാണോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാളെ പകലിന്റെ തുടക്കം എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതിയിട്ടാണെങ്കിൽ ഖുളിയത്ത് ഹവായിജുഹു കുല്ലുഹാ, അവന്റെ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കും. നിങ്ങൾ പറയും ഉസ്താദേ നമ്മളൊന്നും ഓതിൽ നമ്മളെ ആവശ്യം വിടല്ല. നൂത്ത് ശരിയാത്തോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. യാസീന് കുഴപ്പമില്ല, ഓതുന്ന ശരിയാത്ത എല്ലാ സുസ്താദേ നമ്മൾ സുബഹിന്റെ ശേഷം യാസീൻ ഓതലുണ്ട്. ഉമ്മാമാന്റെ പേരും ഉപ്പാന്റെ പേരും വാപ്പാന്റെ പേരും മുത്തമാന്റെ പേരും ഒക്കെ യാസീൻ ഓതലുണ്ട്. ഓത്ത് ശരിയാങ്കിലല്ലേ പറഞ്ഞു കിട്ടുള്ളൂ. ആവശ്യങ്ങൾ മുഴുവനും കൂടും. 100 ആവശ്യം കരുതിയിട്ടാണ് നമ്മൾ രാവിലെ തുടക്കത്തിൽ സുബഹിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുന്നത്. 100ഉം അല്ലാഹു തആല സാധിപ്പിച്ചു, ഒന്നും വിടാൻ. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളത്, ഓത്ത് ശരിയാകും. അപ്പൊ പലരും ചിന്തിക്കേണ്ട അതന്നെയാണ് സംഗതി. നമ്മൾ എല്ലാ ദിവസവും അതിൽ ഒരു മുറാദ് ഹാസിലാകല്ല, അതന്നെ അല്ല. യാസീൻ എന്ത് വെച്ചു? നമ്മൾ ഓതുന്നിട്ടല്ല ചിന്തിക്കേണ്ടത്. ഞാൻ ഓതിയത് മനസ്സിലായില്ലേ? ഒന്നുകൂടി ഓതിത്തരാം, എല്ലാവരും ശ്രദ്ധിച്ചോളി. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. ഇത് നിർത്തിയിട്ടാണ്, നിർത്തുമ്പോ ശ്വാസം പോകും. പിന്നെ അഫലം തകൂനു തഖിലൂൻ, അല്ലെ കൂട്ടിയിട്ട്. അതെങ്ങനെ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഖിലൂൻ. കസീറൻ അഫലം തകൂനു. അങ്ങനല്ല സാധാരണ ഓത്ത്. ഇങ്ങനെ വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഖിലൂൻ. അതാണ് സാധാരണ ഓത്ത്. ആ ഓത്തിന് രണ്ടും പറയും. ചോദിച്ചു, ഞാൻ എന്റെ ചെറിയ ഇൽമുണ്ട് പറയാം, എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് പൊതുവെയുള്ള അവസ്ഥ. അശ്രദ്ധ കൊണ്ട് ഒരുപാട് ഓത്തുകൾ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഓതുന്നത് കുറച്ചാണെങ്കിലും അതുകൊണ്ട് വലിയ നേട്ടം ആഖിറത്തിൽ കിട്ടും. അതിന് നന്നായി ശ്രദ്ധിച്ചു ഓത്തിന്റെ കാര്യം പറഞ്ഞാൽ വലിയ സങ്കടമാണ്. ഫാത്തിഹ സൂറത്ത് മാത്രമേ നേർക്ക് നേരെ ഓതാൻ അറിയുള്ളൂ എങ്കിൽ ആ ഫാത്തിഹ സൂറത്ത് മാത്രമേ ഓതാവൂ. തെറ്റുള്ള ഒന്നും ഓതാൻ പാടില്ല. എത്രത്തോളം ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞു എന്നറിയോ? അർത്ഥം മാറാത്ത പിഴവ്, അർത്ഥം മാറുന്ന പിഴവ്, 2 പിഴവുണ്ട്. അർത്ഥം മാറാത്ത തെറ്റാണ് ഒരാൾ തെറ്റുന്നതെങ്കിലും ഫാത്തിഹ ഓതാൻ ശരിക്കറിയോ, സ്റ്റോപ്പ്, അത് ഓതിയാ. സൂറത്ത് ഓതാൻ അറിയില്ലെങ്കിൽ ഓതണ്ട. തെറ്റു ഓതിയാ തെറ്റു. പിന്നെ പഠിക്കണം, നന്നായി പഠിക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് കൊണ്ടാണ് എല്ലാ നേട്ടങ്ങളും. ഖുർആനോത്ത് റെഡിയായ രൂപത്തിൽ നടക്കുന്നുണ്ടോ നമ്മൾ വിജയിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു ഭാഗം അതിനു വേണ്ടി നമ്മൾ നീക്കി വെക്കണം. ഉമ്മമാർക്ക് വേണ്ടി ഖുർആനോത്ത് പഠിപ്പിക്കണം. അതുകൊണ്ടല്ലേ അന്യ സ്ത്രീകളുടെ മുഖത്തിന്റെ ഭാഗത്തുള്ളതാണല്ലോ തൊള്ള. ഇതിലാണല്ലോ മുഴുവൻ മഖ്റജുകളും ഉള്ളത്. 10-28 അക്ഷരങ്ങൾക്ക് ആകെ മഖ്റജുള്ളത് 17 എണ്ണമാണ്. മഖാരിജുൽ ഹുറൂഫി 17 അലല്ലദീ യഖ്താറുഹു മാൻ ഇഖ്തബർ. മുമ്പൊക്കെ ദർസിൽ ഓതലുണ്ട്. ഇമാം ജസരി തങ്ങളെ ഖസീദ തജ്വീദിന്റെ ഒരു കിതാബാണ്. ജസരി ഓതലുണ്ട്. അതിലൊരു ബൈത്താണത്. ഹർഫുകളുടെ മഖ്റജ് 17 എണ്ണമാണ്. ഈ 17 കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ വായിന്റെ പല ഭാഗങ്ങളിലാണ്. ചുണ്ടിലുണ്ട്, മൂക്കിലുണ്ട്, നാവിന്റെ വിവിധ ഭാഗങ്ങളിൽ, പല്ലിലുണ്ട്, ഹൽക്കിലുണ്ട്. ഇത് നോക്കാൻ ഉസ്താദുമാർക്ക് അല്ലാഹു ഒരു ഹലാലായ മാർഗം കൊടുത്തു. അന്യ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കാൻ ഹലാലായ സന്ദർഭങ്ങൾ പറഞ്ഞപ്പോൾ
വൈദ്യന്മാർക്ക് ചികിത്സക്കാർക്ക് അവരുടെ ശരീരത്തിലേക്ക് നോക്കേണ്ടി വരും ആവശ്യത്തിന്. കോടതിയിൽ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കേണ്ടി വരും സാക്ഷി വിസ്താരത്തിന്. പെണ്ണ് കാണാൻ പോകുന്നവർ മുഖവും മുൻകൈയും നോക്കണം, നോക്കൽ സുന്നത്തായതിന്. എന്നാൽ തജ്വീദിന്റെ മഖ്റജ് തിരിയാൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവരെ ചുണ്ടിലേക്കും മറ്റും നോക്കേണ്ടി വരും. യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്നാണോ അക്ഷരം വന്നത്? ആ നോട്ടം അനുവദനീയമാണ്. എന്തിനാണത്? വിശുദ്ധ ഖുർആനിന്റെ ഓത്ത് ശരിയായിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാനാണ്. ഇരിക്കട്ടെ, ഖുർആനോത്ത് സമഗ്രമായി പഠിക്കണം. നിങ്ങൾ പലർക്കും, നിങ്ങൾ നോക്ക്, മലയാളം അറിയും, ഇവിടെ ഇരിക്കണൊക്കെ കന്നഡ അറിയില്ല. കന്നഡ അറിയാം, തമിഴ് അറിയാം. തമിഴ് എനിക്കറിയാം, തമിഴ്നാട്ടിൽ ഞാൻ തമിഴ്നാട് ജനിച്ച. പിന്നെ ഇംഗ്ലീഷ് അറിയുന്ന പലരും, ഹിന്ദി അറിയില്ല പലരും. പക്ഷെ ഖുർആൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ അറിയുമ്പോ നമുക്ക് ഖുർആൻ അറിഞ്ഞില്ല കുറവല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ഈ ഭാഷ ഒക്കെ അറിയും. കച്ചവടം ചെയ്യാൻ പോയിട്ട് ഹിന്ദി അറിയും, ഗൾഫിൽ പോയി 2 കൊല്ലം മറ്റേ ഒരു മുഷക്കല അറബി അറിയും, ഏകദേശം ഒപ്പിച്ചു പോകാൻ അറബിയൊക്കെ അറിയും. ഒരു 5-6 കൊല്ലം നിന്ന ആൾക്ക് ശരിക്കും അറിയും. ഇതൊക്കെ അറിയുമ്പോഴും ഖുർആനോത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറവല്ലേ? ഒരു കുട്ടിയെ വാപ്പയും ഉമ്മയും പഠിപ്പിക്കൽ നിർബന്ധമായ ഒരു പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധ ഖുർആനാണ്. അത് നന്നായി പഠിപ്പിക്കണം. ഖുർആൻ നന്നായി പഠിപ്പിക്കണം. അതിനെത്ര പരിശ്രമങ്ങൾ നടത്തേണ്ടി വന്നാലും അതൊരു കുറവല്ല. ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സിലുള്ള കുട്ടികളുണ്ടാകും, അതിനോട്ട് മേലുള്ളവരുണ്ടാകും. നിസ്കാരം തുടങ്ങുമ്പോ 7-ാം വയസ്സിലല്ലേ തുടങ്ങുന്നത്? 10-ാം വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടി ഫാത്തിഹ ക്ലിയറായി ഓതണം. അതിന് കിട്ടുന്ന 10 മിനിറ്റ് ആണോ 20 മിനിറ്റ് ആണോ എന്ന് ഇരുന്ന് കേൾക്കണം ബാപ്പമാരും ഉമ്മമാരും. അതിന് പറ്റുന്ന രൂപത്തിൽ ട്യൂഷൻ കൊടുക്കണം, ഉസ്താദുമാരെ ശരിക്കും ഏൽപ്പിക്കണം. ഇനി ഏറെ കൊടുക്കേണ്ടി വന്നാൽ ഒരു പ്രശ്നമായി കരുതരുത്. ഫാത്തിഹ സൂറത്ത് വീട്ടിൽ വന്ന് മകൻ നന്നായി ഓതിയപ്പോ ഏറ്റവും അധികം സന്തോഷിച്ച മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമുകളുടെ ഇമാമ് മകൻ വീട്ടിൽ വന്ന് ഫാത്തിഹ സൂറത്ത് ഓതിയപ്പോ മകന്റെ ഫാത്തിഹ കേട്ട് വല്ലാതെ സന്തോഷിച്ചു. മോനെ, ആരാണ് നിന്നെ പഠിപ്പിച്ച ഉസ്താദ്? ഉസ്താദിനൊന്ന് വിളിച്ചുകൊണ്ടുവരണം. ആ ഉസ്താദിന് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ പ്രസന്റേഷൻ കൊടുക്കാണ്. മാസത്തിലുള്ള ശമ്പളമല്ല, മഹാനവറുകളുടെ വക, മനസ്സിന്റെ കുളിരാണ്. എന്റെ മകൻ നിന്ന് തെറ്റില്ലാതെ ഫാത്തിഹ ഓതിയ ദിനമാണ്. ഉസ്താദിനെ ആദരിച്ചു കൊണ്ട് കൊടുക്കുന്നു 1000 ദിർഹം. ഒരു ഫാത്തിഹ മാത്രം പഠിപ്പിച്ചതിന്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് അറിയോ? പലതിനും ട്യൂഷൻ കൊടുക്കുന്നവരുണ്ട്, നല്ലതാണ്. പക്ഷേ ആ ട്യൂഷൻ കൊടുക്കുമ്പോ ഈ പഠിക്കുന്ന കുട്ടിക്കൊരു ട്യൂഷൻ നേരത്തെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പോഴും അത് പറ്റും. അത് ഖുർആനാണ്. അത് നേരെ ചൊവ്വ ഇപ്പോഴും മോത്ത് റെഡി ആയിട്ടില്ല. ഇപ്പൊ നമ്മുടെ കാര്യം ബാക്കോട്ടാണ്. നന്നായി ഖുർആനോത്ത് പഠിപ്പിക്കണം. ഖുർആൻ കടയിൽ ഇരുന്ന് ഓതുന്നത് കണ്ടപ്പോ ഇമാം മറാക്കിഷി തങ്ങൾ അന്വേഷിച്ചു, ഈ കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിം ആരാണ്? ആ മുഅല്ലിമിനോട് പോയിട്ട് ഇമാം മറാക്കിഷി പറഞ്ഞു, ആ കുട്ടിക്ക് നന്നായി നിങ്ങൾ ഖുർആനോത്ത് പഠിപ്പിക്കണം. ആ കുട്ടി ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇമാം മറാക്കിഷിയോട് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് ചോദിച്ചു, ആ മുനജ്ജിമുൻ അന്താ, നിങ്ങൾ ലക്ഷണം നോക്കുന്ന ആളാണോ? നക്ഷത്ര ഗണിത ശാസ്ത്രം, നക്ഷത്ര കണക്ക് കൂട്ടി പറയുന്ന ആളാണോ? അല്ല അല്ല. ബൽ അൻതഖനില്ലാഹു കദാലിക്. ഇപ്പൊ അല്ലാഹു എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത് അങ്ങനെയാണ്. ഈ കുട്ടി ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാകും. ഏതാണ് കാലഘട്ടം എന്നറിയോ? 7-ാം നൂറ്റാണ്ടാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജ്റ 631-ലാണ്. 7-ാം നൂറ്റാണ്ടിലാണ് മഹാനവറുകൾ ജീവിച്ചത്. ഒരു 45 വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. കുട്ടിക്കാലത്ത് ഖുർആനോത്ത് നന്നായി പഠിപ്പിക്കുമ്പോ ആ ഉസ്താദ് ഭദ്രമായി പഠിപ്പിച്ചു. അതെ, ഈ കുട്ടിയെ പറ്റി ഇമാം മറാക്കിഷി തങ്ങൾ പറഞ്ഞ വാക്ക് കച്ചവടക്കാരനായ ബാപ്പയോട് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞപ്പോൾ ബാപ്പയുടെ മനസ്സിൽ മിന്നിത്തിളങ്ങി, ഈ കുട്ടിയെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടണം.
അങ്ങനെയാണ് ദമസ്കസിലെ മദ്രസത്തുർ റവാഹിയ എന്ന് പറയുന്ന കേന്ദ്രത്തിലേക്ക് ഇമാം നബി റളിയല്ലാഹു അൻഹു ബാപ്പ കയ്യും പിടിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ല പ്രചോദനം കൊടുത്ത് ബാപ്പയും ഉമ്മയും പ്രചോദനം കൊടുത്തപ്പോ നാട്ടിൽ ഏറ്റവും വലിയ നീതി സ്ഥാപിക്കുന്ന പണ്ഡിതനായി. രാജാക്കന്മാരാരെങ്കിലും ഇസ്ലാമിന്റെ എതിരായ ഒരു നിയമം പുറപ്പെടുവിച്ചാൽ ശക്തിയുക്തം അതിനെ ചോദ്യം ചെയ്ത് തിരുത്തിക്കാൻ മാത്രം കഴിവുള്ളവർ, അതിലൊരു മനുഷ്യനെയും പേടിക്കാതെ, ഒരു രാഷ്ട്രീയക്കാരനെയും പേടിക്കാതെ, ഒരു സൈന്യത്തെയും പേടിക്കാതെ അല്ലാഹു നൽകിയ ഇൽമ് ഏത് രാജാവിന്റെ മുന്നിലും ഏത് കോടതിയുടെ മുന്നിലും ശരിയാം വണ്ണം പറഞ്ഞ് നീതി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇമാം നബി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ശീലമാക്കിയ ഖുർആനോത്താണ് ഇതിലേക്ക് വഴിതിരിച്ചു വിട്ടത്. അതുകൊണ്ട് നല്ല വാസനയിൽ മക്കളെ വളർത്തണം, നല്ല പ്രചോദനം നൽകി അവരെ